ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരുക. ഇന്നത്തെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ഇടപെടൽ സമർത്ഥമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 4-ാം അധ്യായം 50-51 വചനങ്ങൾ ഇപ്രകാരമാണ് പറയുക. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. പോകും വഴി മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു എന്ന വാർത്തയുമായി ഭൃത്യന്മാർ എതിരെ വന്നു. ഒരു രാജസഭയിൽ ഈശോൻ്റെ അടുത്ത് എത്തിയിട്ട് പറയുകയാണ്, എൻ്റെ മകനിതാ മരിക്കാറായിരിക്കുന്നു, നീ വന്ന് അവനെ സുഖപ്പെടുത്തണം. അപ്പോൾ ഈശോന് പറയാണ്, നീ പൊക്കോ, നിൻ്റെ മകൻ ജീവിക്കും. ആ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പോയി. പോകുന്ന വഴിക്ക് ഭൃത്യന്മാർ വന്നിട്ട് പറയാം, നിന്റെ മകൻ സുഖം പ്രാപിച്ചിരിക്കുന്നു. ഈശോയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പോയി. ആ വിശ്വാസം വലിയൊരു അത്ഭുതമായിട്ട് രോഗശാന്തിയായിട്ട് രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ വചനങ്ങൾ നിന്റെ കയ്യിലുണ്ട്, ബൈബിള് നിന്റെ കയ്യിലുണ്ട്, കേട്ടിരിക്കുന്ന വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ട്, നിന്റെ ബുദ്ധിയിലുണ്ട്. ഈ വചനങ്ങൾക്ക് നീ എത്രത്തോളം വില കൊടുക്കുന്നു, ഈ വചനങ്ങളെ എത്രത്തോളം നീ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നു. വിശ്വസിച്ചാൽ നീ അത്ഭുതങ്ങൾ ദർശിക്കും. ആഴമേറിയ വിശ്വാസം, ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ള വിശ്വാസം നിനക്ക് ഉണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ച് കരങ്ങൾ. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറസാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിക്കുവാനായിട്ട്, ഹൃദയത്തിൽ ചേർത്ത് പിടിക്കുവാനായിട്ട് ഈ വ്യക്തിയെ അനുഗ്രഹിക്കണം. ഈ ദിവസത്തിന് വേണ്ട നന്മകളും കൃപകളും സംരക്ഷണവും എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാ, കുമ്പിട്ടാരാധിച്ചിടാ.